വേനൽ കടുത്തതോടെ കൊക്കയാർ പഞ്ചായത്തിലെ നാരകമ്പുഴ, പുളിക്കത്തടം, പൂവഞ്ചി, കൊക്കയാർ മേഖലകളിൽ കുടിവെള്ള വിതരണം പൂർണ്ണമായും നിലച്ചു. വാട്ടർ അതോറിറ്റിയുടെ പമ്പിംഗ് തടസ്സപ്പെട്ടതോടെ 500ഓളം കുടുംബങ്ങളാണ് ദുരിതത്തിലായിരിക്കുന്നത്. കിലോമീറ്ററുകൾ ദൂരെ പോയി വെള്ളമെടുക്കേണ്ട ഗതികേടിലാണ് നാട്ടുകാർ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾ പോലും വൻതുക നൽകി സ്വകാര്യ ടാങ്കിൽ നിന്നും വെള്ളം വാങ്ങേണ്ട അവസ്ഥയിലാണ്. പുല്ലുകയാറ്റിൽ നിന്നുള്ള ജലവിതരണ പദ്ധതിയാണ് പ്രദേശവാസികളുടെ ഏക ആശ്രയം. എന്നാൽ പമ്പിംഗ് സ്റ്റേഷനിലെ മോട്ടറിന്റെ കാലപ്പഴക്കമാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. പമ്പിംഗ് തുടങ്ങി അല്പസമയത്തിനകം മോട്ടോർ ചൂടായി പണിമുടക്കുന്നതാണ് പതിവായിരിക്കുന്നത്. പലതവണ അറ്റകുറ്റപ്പണികൾ നടത്തിയെങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും തകരാറിലാകും. വോൾട്ടേജ് ക്ഷാമമാണ് മോട്ടോർ കേടാകുവാൻ കാരണമെന്നാണ് അധികൃതർ പറയുന്നത്. തുടർന്ന് പമ്പിംഗ് രാത്രികാലങ്ങളിലേക്ക് മാറ്റിയിട്ടും ഫലമുണ്ടായില്ല. പുതിയ മോട്ടോർ സ്ഥാപിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ടെങ്കിലും ജല അതോറിറ്റി അനാസ്ഥ തുടരുകയാണെന്ന ആക്ഷേപം ശക്തമാണ്. ഏതാണ്ട് 20 വർഷത്തിലധികമായി നാരകമ്പുഴ മേഖലയിലെ കൊക്കയാർ, പുളിക്കത്തടം, പൂവഞ്ചി, നാരകമ്പുഴ ഉൾപ്പെടെയുള്ള 500ഓളം കുടുംബങ്ങൾക്ക് നേരിട്ട് പ്രയോജനം ലഭിക്കുന്ന കേരള വാട്ടർ അതോറിറ്റിയുടെ കീഴിലുള്ള കുടിവെള്ള പദ്ധതിയാണ് പൂവഞ്ചിയിലുള്ളത്. ഏതാണ്ട് കഴിഞ്ഞ 5 വർഷക്കാലം മുമ്പ് വരെ അവിടെ 2 മോട്ടർ വെച്ചുകൊണ്ടാണ് പമ്പ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഒരു മോട്ടറിൽ ഏതാണ്ട് 8 മണിക്കൂർ മുതൽ 12 മണിക്കൂർ വരെ ഈ മോട്ടർ ഉപയോഗിക്കുമ്പോൾ ഈ മോട്ടർ പെട്ടെന്ന് ചൂടാകുകയും അതിൻ്റെ വൈൻഡിങ് കത്തിപ്പോയി എപ്പോഴും പണി ആയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി ഇവർ ഒരു മോട്ടർ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾ പല പ്രാവശ്യം ആവശ്യപ്പെട്ടാണ് മറ്റൊരു സ്പെയർ മോട്ടർ വെക്കണം, ഒരു മോട്ടർ കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ മറ്റേ മോട്ടർ ഉപയോഗിച്ച് അവിടുത്തെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ പല പ്രാവശ്യം ആവർത്തിച്ചാണ്. എന്നാൽ ഇതിന് പരിഹാരം ഉണ്ടാക്കാതെ ഒരു മോട്ടറിൽ തന്നെയാണ് ഇവരിപ്പോഴും ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 3 മാസത്തിനിടയിൽ ഏതാണ്ട് 5-6 പ്രാവശ്യം ഈ മോട്ടർ തകരാറിലായിരിക്കുകയാണ്. അപ്പോൾ ഇതിന് ശാശ്വത പരിഹാരം എന്നുള്ളത് മറ്റൊരു മോട്ടർ കൂടി സ്ഥാപിച്ച് അവിടെ ഒരു മോട്ടർ കംപ്ലയിൻ്റ് ആകും, മറ്റൊരു മോട്ടർ വെച്ചാൽ അതിന് പ്രശ്നത്തിന് പരിഹാരമാകും. ഏതാണ്ട് കൊക്കയാർ പഞ്ചായത്തിൻ്റെ കഴിഞ്ഞ കമ്മിറ്റിയിൽ ഞങ്ങൾ പദ്ധതി അവതരിപ്പിക്കുകയും വാട്ടർ അതോറിറ്റിക്ക് ഒരു മോട്ടർ വാങ്ങിക്കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 6 ലക്ഷം രൂപയാണ് ഒരു എസ്റ്റിമേറ്റ് എടുത്തിരിക്കുന്നത്. അത് പക്ഷേ സാധിച്ചു വരണമെങ്കിൽ അത് അടുത്ത സാമ്പത്തിക വർഷത്തിൽ മാത്രമാണ് സാധിക്കുന്നത്. അപ്പം ഈ വാട്ടർ അതോറിറ്റിക്ക് മറ്റേ സ്പെയർ മോട്ടറുകൾ പല മേഖലയിലുണ്ടാകും. ആ സ്പെയർ മോട്ടർക്ക് വെച്ച് ഒരു പരിഹാരം കാണുവാൻ സാധിക്കുമായിരുന്നു. ഇത് ഈ കൂടുതൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്കാകെ ഡിസംബർ മാസം മുതൽ ഏതാണ്ട് ഏപ്രിൽ മാസം വരെയാണ് ഈ കുടിവെള്ള പദ്ധതി ആശ്രയിക്കുന്നത്. ഈ സമയത്ത് ഈ വർഷത്തെ സംബന്ധിച്ച് കുടിവെള്ള ക്ഷാമം വളരെ രൂക്ഷമാണ്. ആളുകളൊക്കെ നെട്ടോട്ടം ഓടുകയാണ്. ആളുകൾക്ക് ഒരു ശാശ്വതമായ പരിഹാരം വാട്ടർ അതോറിറ്റി ഉണ്ടാക്കി തന്നില്ല എങ്കിൽ തീർച്ചയായും വലിയ സമരപരിപാടികളുമായി ജനകീയ പങ്കാളിത്തത്തോടെ പീരുമേട് വാട്ടർ അതോറിറ്റിക്ക് മുന്നിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് സമര പരിപാടികൾ ആരംഭിക്കുകയാണ്. അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കുവാൻ ഒരു സ്റ്റാൻഡ് ബൈ മോട്ടോർ കൂടി പദ്ധതിയുടെ ഭാഗമായി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പഞ്ചായത്ത് പദ്ധതിക്കായി തുക വകയിരുത്തിയിട്ടുണ്ടെങ്കിലും അടുത്ത സാമ്പത്തിക വർഷം മാത്രമേ ഇത് നടപ്പാകൂ. അതുവരെ താൽക്കാലിക പരിഹാരമെന്ന നിലയിൽ നിലവിലെ മോട്ടോർ യുദ്ധകാല അടിസ്ഥാനത്തിൽ ശരിയാക്കി ജലവിതരണം പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ പരിഹാരമുണ്ടായില്ലെങ്കിൽ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പീരുമേട് വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ ശക്തമായ സമരം ആരംഭിക്കുമെന്നും നാട്ടുകാർ പറഞ്ഞു. ഫെസ്റ്റു ന്യൂസ്, മുണ്ടക്കയം.